ഇന്നത്തെ ഈ ദിവസം കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഇന്നത് നടക്കാൻ പോവാണ് കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ ഫ്രണ്ടിനെ കാണാൻ. എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4ലൊക്കെ പഠിക്കുമ്പം ഞാൻ അവളുടെ അമ്മ അടുത്താണ് കേട്ടോ ട്യൂഷൻ പഠിക്കാൻ പോയി. ഞങ്ങൾ കുഞ്ഞിലേ മുതലേ കളിച്ച് വളർന്നവരാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് മുകളിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവരിപ്പോൾ ഇവിടുന്ന് മാറിയിട്ട് 3 വർഷമായി കേട്ടോ. അവരിപ്പോൾ പ്രമാടത്താണ് താമസിക്കുന്നത്. അവരുടെ കയറി താമസത്തിനൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അവളിപ്പം നേഴ്സിങ്ങിന് പഠിക്കുകയാണ് മംഗലാപുരത്ത്. അവൾ ലീവിന് വരുമ്പോൾ ഒക്കെ ഞങ്ങൾ കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ലായിരുന്നു. ഇത്തവണ എന്തായാലും കാണുമെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞങ്ങളിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ അവളുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം കുറേ നാളിന് ശേഷം എനിക്ക് തോന്നുന്നു, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ കല്യാണത്തിന് ഞങ്ങൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് എന്തായാലും കാണും. ഈ സ്ഥലമൊക്കെ കണ്ടപ്പം മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. കാരണം ഞാൻ 5th തൊട്ട് 10th വരെ പഠിച്ചത് നേതാജി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രമാടത്താണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള് കണ്ടപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ കൂടെ വന്നൊരു നിമിഷം. കാരണം ആ ഒരു 5 മുതൽ 10 വരെ എൻ്റെ സ്കൂൾ ലൈഫ് ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ ആ പഴയ ഓർമ്മകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലോട്ട് വന്നു. ഇവിടുന്ന് ഞാൻ പഠിച്ചിറങ്ങിയപ്പം എൻ്റെ കൂടെ കൂട്ടിയ കുറച്ച് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എന്നെ ഇപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറച്ച് മിസ്സുമാർ, ശ്രീദേവി ടീച്ചർ, സന്ധ്യ ടീച്ചർ, ആരതി ടീച്ചർ, അങ്ങനെ കുറച്ചേറെ പേരുണ്ട് കേട്ടോ. എല്ലാവരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും അവരൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് സ്കൂൾ കണ്ടപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലെത്തി. അവളുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. ശ്രീലക്ഷ്മി എന്നാണ് കേട്ടോ. ഞങ്ങൾ ശ്രീകുട്ടി എന്ന് വിളിക്കും. അപ്പം ഈ തവണ എന്തായാലും ഞങ്ങൾ കാണുമെന്നുള്ള പ്ലാനിങ് തന്നെയായിരുന്നു. എല്ലാ തവണയും അങ്ങനെ വിചാരിക്കും, പക്ഷേ എന്തെങ്കിലും കാരണം ഒന്നെങ്കിൽ എനിക്ക് ക്ലാസ് ഉണ്ടായിരിക്കും, അവൾ ഫ്രീ ആവുന്ന ദിവസം എനിക്ക് ക്ലാസ് കാണും, ഞാൻ ഫ്രീ ആവുന്ന ദിവസം അവൾ എവിടെയെങ്കിലുമൊക്കെ പോകും. കാരണം ലീവിന് വരുമ്പം കുറച്ച് ദിവസം വീട്ടിൽ കിട്ടുന്നതല്ലേ. അങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് രാവിലെ അപ്പവും കടലക്കറിയൊക്കെ കഴിച്ചു. ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് വൈകിട്ട് കിട്ടും. അതൊക്കെ പോട്ടെ. ഉച്ചയ്ക്ക് നല്ല ഗംഭീരമായിട്ട് ചോറൊക്കെ ഉണ്ട്. അവിടെ ഞാനും അവളുടെ അമ്മൂമ്മയും അവളും ഉള്ളായിരുന്നു കേട്ടോ. അവളുടെ അനിയൻ ഇന്ന് മൂവിക്ക് അങ്ങാണ്ട് പോയിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവൻ വന്നത്. അങ്ങനെ കുറേ നാളത്തെ കഥയൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം സാധാരണ വീട്ടിലൊക്കെ ഇരുന്ന് പോസ്റ്റ് അടിച്ച് ഇന്ന് സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് 4 മണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഒരു ഓട്ടോ കിട്ടി കേട്ടോ പത്തനംതിട്ടയ്ക്ക്. അങ്ങനെ അതിന് തിരിച്ചിങ്ങി പോന്നു. എന്തായാലും പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഇനിയും കാണും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളായിരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.